ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമസ്റ്റർ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ 4ാമത്തെ മൊഡ്യൂളായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ എടുക്കാൻ പോകുന്നത് 4ാമത്തെ മൊഡ്യൂളിലെ അവസാനത്തെ ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് തേൾക്കുടം. ഇതൊരു കവിതയാണ്. കുരീപ്പുഴ ശ്രീകുമാറാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ കവിയാണ് കുരീപ്പുഴ ശ്രീകുമാർ. സാധാരണത്തെ കവിതകളുടെ വഴക്കങ്ങളെ അപേക്ഷിച്ച് ആ ഒരു പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സഞ്ചരിക്കുന്ന കവിതകളാണ് കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ കവിതകൾ. ചിലപ്പോൾ താള നിബന്ധമായും വൃത്തനിബന്ധമായും നാടൻപാട്ടിൻ്റെ ശീലുകളും ഒക്കെ ഈ ഒരു കവിതകളിൽ മാറി മാറി വരാറുണ്ട്. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീകളെ വാഴ്ത്തുകയും വീഴ്ത്തുകയും ചെയ്യുന്ന ഇരട്ട മുഖമുള്ള കാപട്യമാണ് സ്ത്രീക്കെതിരെ പുരുഷവർഗം പുലർത്തുന്നത്. ഇന്ത്യയുടെ പരമ്പരാഗത ജീവിത മൂല്യങ്ങൾ എല്ലാം സ്ത്രീവിരുദ്ധമാണ്. എല്ലാ തരത്തിലുള്ള അധികാര സംഘടനകളും സ്ത്രീകൾക്ക് എതിരായിട്ട് നടക്കുന്നുണ്ട്. വാഴ്ത്തുപാട്ടിലെ അലങ്കൃത വസ്തു മാത്രമായിട്ട് സ്ത്രീ ഒതുങ്ങിക്കൂടുകയാണ്. പുരുഷ മേധാവിത്വത്തിൻ്റെ സാമാന്യ ശക്തി അവളെ ദുർബല എന്ന് മുദ്ര കുത്തുകയാണ്. സ്ത്രീകളെ സംബന്ധിക്കുന്ന ഈ ഒരു സാമാന്യ ബോധത്തെയാണ് തേൾക്കുടം എന്ന കവിത വരച്ചു കാണിക്കുന്നത്. ഒരു നാടോടി കഥയുടെ ഘടനയാണ് ഈ കവിതയ്ക്കുള്ളത്. കുടത്തിൽ അടച്ചുവച്ച പൊന്നാണയം എടുക്കാൻ മത്സരം ഏർപ്പെടുത്തുകയാണ് രാജാവ്. ഈ മത്സരങ്ങൾ എല്ലാ കാലത്തും അധികാരത്തിൻ്റെ മത്തുപിടിച്ച രാജാക്കന്മാർക്ക് കേവലം ഒരു വിനോദം മാത്രമാണ്. ഈ വേദികളിൽ കളിപ്പാട്ടമായിപ്പെട്ടവരും രക്തസാക്ഷികളായിപ്പെട്ടവരും നിറഞ്ഞതാണ് വാസ്തവത്തിൽ നമ്മുടെ കാവ്യചരിത്രം എന്ന് പറയുന്നത്. ഉദാഹരണം ദ്രൗപദി, ദമയന്തി. അങ്ങനെ എത്രയെത്ര സ്ത്രീകൾ രാജാക്കന്മാരുടെ അധികാര മത്സരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും രക്തസാക്ഷികളായി തീരുന്നു. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുശേഷം ക്ലാസ്സുകൾ കേട്ടോളൂ. അപ്പോൾ രാജകൊട്ടാരത്തിൽ ഒരു മത്സരം ഏർപ്പാടാക്കിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് മത്സരം ഉള്ളത്. മത്സരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടത്തിൽ കനക നാണയവും അതിനോടൊപ്പം ഉഗ്രവിഷമുള്ള ഒരു കരിന്തേളും ഉണ്ട്. അപ്പോൾ ആ കരിന്തേളിനെ മറികടന്നുകൊണ്ട് കനക നാണയം എടുക്കണം. അതാണ് മത്സരം എന്ന് പറയുന്നത്. മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ സ്വതന്ത്ര സൗധവും വജ്രഹാരവും വിശിഷ്ട വസ്ത്രവും മാത്രമല്ല അർദ്ധദേശവും നൽകും എന്നാണ് പ്രഖ്യാപനം. ഒരിക്കലും ഒരു സ്ത്രീക്കും ഈ മത്സരത്തിൽ വിജയിക്കാനാവില്ല എന്നൊരു മുൻധാരണയും വിശ്വാസവുമാണ് രാജാവ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഈ മത്സരം കേട്ട് കോരിത്തരിപ്പിച്ച് ആർത്തു വിളിക്കുന്നത് അവിടുത്തെ പുരുഷാരവമാണ്. പുരുഷന്മാരാൽ നിയന്ത്രിക്കപ്പെട്ടതായിരുന്നു ആ രാജ്യം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു മത്സരം എന്ന് പറയുന്നത് മരണവും ജീവിതവും തമ്മിലാണ്. കാരണം വിജയിച്ചു കഴിഞ്ഞാൽ വിലയേറിയ സമ്മാനങ്ങൾ, എന്നാൽ ഉഗ്രവിഷമുള്ള തേളിൻ്റെ കടിയേറ്റാൽ മരണം. അതുകൊണ്ട് അസാമാന്യ ധൈര്യമുള്ളവർക്ക് മാത്രമേ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കവിത ശ്രദ്ധിച്ചു നോക്കൂ. കുടത്തിലുണ്ടൊടുക്കത്തെ കനകനാണ്യം എടുക്കുന്ന കരുത്തുള്ളോൾ കുടൻ സമ്മാനം. അവൾക്കാണെൻ അർദ്ധദേശം സ്വതന്ത്ര സൗധം അവൾക്കാണീ വജ്രഹാരം വിശിഷ്ട വസ്ത്രം. വിനോദത്താൽ മതം കൊണ്ട മഹാരാജാവിൻ വിളംബര ചെണ്ടതിക്കിൻ ചുമർ പൊട്ടിച്ചു. ഇത് വേറൊന്നല്ല പറയുന്നത്. കുടത്തിൽ ഒരു കനക നാണ്യമുണ്ട്. അത് എടുക്കുന്ന ആ ഒരു കരുത്തുള്ളവൾക്ക് ഉടൻ സമ്മാനമുണ്ട്. അവൾക്കാണ് അർദ്ധദേശവും സ്വതന്ത്ര സൗധവും വജ്രഹാരവും വിശിഷ്ട വസ്ത്രവും. ഇതൊരു വിനോദമായി കണക്കാക്കിയിട്ട് സന്തോഷത്തോടു കൂടിയുള്ള രാജാവിൻ്റെ വിളംബര ചെണ്ട 4 ദിക്കിലും കൊട്ടാൻ തുടങ്ങി. അതൊരു ചുമർ പൊട്ടിച്ച ശബ്ദമായിരുന്നു. എന്നിട്ടിവിടെ പറയുന്നുണ്ട്, തുടി കൊട്ടി കൊടിയേറ്റി അരങ്ങുകെട്ടി തലസ്ഥാനം പെൺമിടുക്കിൻ വരക്കം കാത്തു. പുരുഷാരവമാർത്തിരമ്പി പേമഴ പെയ്തു ഒരുത്തിയും വരുത്തില്ലെന്നടക്കം കൊണ്ടു. അതായത് ഇത് തുടി കൊട്ടി കയറിയിട്ട് തലസ്ഥാനം മുഴുവൻ, അതായത് രാജ്യം മുഴുവനായിട്ട് ആ ഒരു പെണ്ണിൻ്റെ വരവ് കാത്തിരിക്കുകയാണ്. പുരുഷന്മാരൊക്കെ ആർത്തിരമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തിയും അങ്ങനെ വരില്ല എന്നവരിങ്ങനെ അടക്കം പറഞ്ഞു. പിന്നീട് അവിടെ ഉണ്ടായത് കുടത്തിൽ വാൾ ഉയർത്തിയ കരിന്തേളിൻ്റെ വിഷക്കോളിൽ നീലമാനം പുകഞ്ഞു കണ്ടു. അടിമ പെണ്ണൊരുവൾ വന്നടുത്തു നിന്നു കുടത്തിന്മേൽ വലം കൈ വെച്ചുറച്ചു നിന്നു. അപ്പോഴാണ് ഒരടിമപ്പെണ്ണ് കുടത്തിൽ കൈയിടാൻ തയ്യാറായിട്ട് അവിടേക്ക് എത്തിച്ചേർന്നത്. അവൾ ആ കുടത്തിൽ കൈവച്ച് ഉറച്ചങ്ങനെ നിൽക്കുകയാണ്.
ശേഷം നോക്കൂ, പതുക്കെ നീൾ വിരൽ നീട്ടി ഗടാകാശത്തിൽ പരതുന്നു തേളടങ്ങി ഒതുങ്ങിയിടുന്നു. അങ്ങനെ അവൾ ആ കുടത്തിൽ കൈയിട്ട് ഇങ്ങനെ പരതാൻ തുടങ്ങി. അവൾ ആ കുടത്തിൽ കൈയിട്ട് അവിടെയൊക്കെ നോക്കുമ്പോഴും തേള് അവളുടെ കയ്യിൽ കുത്തുകയോ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കൂ, ഇവളുമെൻ ദുർവിധി പോൽ കുടത്തിനുള്ളിൽ കുടുങ്ങിയോളാണിവളെ തൊടില്ലെൻ ദാഹം. അതായത് തേള് വിചാരിക്കുകയാണ് തന്നെ പോലെ കുടത്തിൽ അകപ്പെട്ടവളാണ് ഈ പെണ്ണും. ആ ഒരു തിരിച്ചറിവാണ് തേളിന് ദംശിക്കാൻ സാധിക്കാഞ്ഞത്. ഒരടിമ മറ്റൊരടിമയെ തിരിച്ചറിയുകയായിരുന്നു അവിടെ. അടുത്ത വരികളിൽ നോക്കൂ, കനകനാണയം നീട്ടി അവൾ നിൽക്കുമ്പോൾ കരിന്തേള പൂവിരലിൽ നിദ്ര കൊള്ളുന്നു. അതായത് അവൾ ആ ഒരു കുടത്തിൽ നിന്നുള്ള കനക നാണയം നീട്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് അവളുടെ വിരലിൽ ആ തേള് ശയിക്കുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് നോക്കൂ, അടിമപ്പെണ്ണിൻ്റെ ദേശം വസന്തവംശം, കരിന്തേള പതാകയിൽ അശോകചക്രം. ഇതാണ് ഈ കവിതയിലെ അവസാന വരി. ഈ വരികളിൽ പറയുന്നത് രാജാവ് വിളംബരം പുറപ്പെടുവിക്കുന്ന സമയത്ത് കുറേ സമ്മാനങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിരുന്നു. വിജയിക്കുന്ന സ്ത്രീക്ക് അർദ്ധദേശം നൽകാമെന്ന്. അപ്രകാരം അടിമപ്പെണ്ണിൻ്റെ ദേശം ഇനി വസന്തദേശമാണെന്നും അതുപോലെ അവളുടെ കൊടിയടയാളം കരിന്തേളാണെന്നും പറഞ്ഞാണ് ഈ കവിത അവസാനിക്കുന്നത്. മരണത്തേക്കാൾ വേദന നിറഞ്ഞ ജീവിതമാണ് അടിമപ്പെണ്ണിൻ്റെ. അതുകൊണ്ട് തേള് അവൾക്ക് നിസാരമാണ്. അവൾ അതിനെ ഒരിക്കലും ഭയപ്പെടുന്നില്ല. ഇവിടെ കവിത അവസാനിക്കുന്നത് ശരിക്കും പ്രതീക്ഷയുടെ കാഴ്ചയിലാണ്. അടിമപ്പെണ്ണ് അവൾ നേടിയ രാജ്യത്തിൻ്റെ അധിപനായി മാറുകയാണ് ചെയ്യുന്നത്. അവളുടെ ദേശം വസന്തദേശമായി മാറി. അവളുടെ രാജ്യത്തിൻ്റെ പതാകയിൽ ആലേഖനം ചെയ്തത് കരിന്തേളിൻ്റെ ചിത്രമാണ്. അങ്ങനെ ഒരു ചിത്രം അവിടെ വെക്കാനുള്ള കാരണം തന്നെ നോവിക്കാതെ വിട്ട കരിന്തേളിനോടുള്ള നന്ദിയായിട്ടല്ല, തങ്ങളുടെ രാജ്യാതിർത്തികളിലേക്കോ ഉടൽ അതിർത്തികളിലേക്കോ അതിക്രമിച്ചു കടക്കുന്നവർക്ക് നേരെ വിഷം സംഭരിച്ച് വാലുയർത്തി നിൽക്കുന്ന പ്രതിരോധത്തിൻ്റെ ചിഹ്നമായിട്ടാണ് ആ ഒരു തേളിൻ്റെ ചിഹ്നം അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, ഇതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എല്ലാവിധ ക്ലാസ്സുകളും അവസാനിച്ചു. ഇനി നമുക്ക് വിവർത്തനത്തിൽ ഒരു പൊതു തത്വങ്ങൾ എടുക്കാനുണ്ട്. അത് ഉടനെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ടെക്സ്റ്റ് വായിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്. ടെക്സ്റ്റ് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് കയ്യിലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ടെക്സ്റ്റ് അത് മൊത്തത്തിൽ വായിക്കുകയല്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് മക്കളെ. അത് ഒരു വീഡിയോയിൽ തീരുന്നതല്ല, അത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ടഫ് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. അത് എൻ്റെ കുറ്റമല്ല കേട്ടോ, അത് നമ്മുടെ സിലബസിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും, പക്ഷേ നന്നായി ഒന്ന് മനസ്സിരുത്തി കേട്ട് ഒന്ന് പഠിച്ചു കഴിഞ്ഞാലൊക്കെ ഒന്ന് ക്ലിയർ ആവുന്ന സബ്ജക്റ്റുകൾ തന്നെയാണിത്. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെറിയ പോയിൻറ്റ്സ് വെച്ചിട്ടുള്ളൊരു ക്ലാസ് ഞാൻ എക്സാമിൻ്റെ അടുത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരുപാട് സഹായമാവും. കാരണം നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ അതിലൂടെ സാധിക്കും. അതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടി വെക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.